തിരുവനന്തപുരം വെള്ളറടയിൽ വാഹനമിടിച്ച് പരിക്കേറ്റയാളെ റോഡരികിലെ മുറിക്കുള്ളിൽ ഉപേക്ഷിച്ച് കടന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വെള്ളറട ചൂണ്ടിക്കലിന് സമീപം കലുങ്കുനടയിൽ ഇക്കഴിഞ്ഞ 7-ാം തീയതി രാത്രിയാണ് സംഭവമുണ്ടായത്. റോഡിന് സമീപം താമസിക്കുന്ന സുരേഷിനെ വാഹനമിടിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം സുരേഷിനെ വീട്ടിലെ മുറിക്കുള്ളിലാക്കി പ്രതികൾ കടന്നുകളഞ്ഞു. ബൈക്കിലെത്തിയ 2 പേരാണ് സുരേഷിനെ ഇടിച്ചു തെറിപ്പിച്ചത്. സുരേഷ് വീട്ടിനുള്ളിൽ കിടന്ന് മരണപ്പെട്ടു. രാത്രി ഒരു 11 മണിയോടുകൂടി സംഭവിച്ചെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രാത്രി ഒരു 11 മണിയോടുകൂടി സംഭവിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ ബോഡി പിന്നെ ബോഡി ആസകലം ജീർണിച്ച നിലയിൽ മലർന്ന് കട്ടിൽ കിടക്കുകയാണ്. 2 ഡോർ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്. അത് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് വേറെ ഐഡൻറ്റിഫൈഡ് ആയിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കാനാണ് സാധ്യത. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയനാണ്. നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടറെ അടുത്ത് നമ്മളത് വിശദമായിട്ട് പറയും. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. മരണപ്പെട്ട സുരേഷ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇന്നലെ ഉച്ചയോടുകൂടി ഈ മുറിയിൽ നിന്ന് ദുർഗന്ധം വരുന്നതായി നാട്ടുകാർക്ക് അനുഭവപ്പെട്ടു. നാട്ടുകാർ ജനലിലൂടെ നോക്കിയപ്പോഴാണ് മൃതദേഹം അഴുകിയ നിലയിൽ കാണുന്നത്. പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് തുടരുകയാണ്. പ്രതികളെ ഉടനെ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.